നമസ്കാരം, എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ മാക്സിമം നിങ്ങൾ നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്യേണ്ട ചില ഭാഗങ്ങളാണ് പറയുന്നത് കേട്ടോ. അതിൽ നമ്മുടെ സിലബസിൽ 6 യൂണിറ്റുകളാണുള്ളത്. 6 യൂണിറ്റിൽ വ്യാകരണം, ഭാഷാശാസ്ത്രം, തുള്ളൽ, ആട്ടക്കഥ, സാഹിത്യ സിദ്ധാന്തം, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം ഈ ഭാഗമാണ്. കവിതയും നോവലും ഒക്കെ വരുന്നുണ്ട്. അതൊഴിവാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഭാഗങ്ങളിൽ നിന്നും ഫിക്സഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ വരൂ. ഓക്കെ, ഇപ്പോൾ വ്യാകരണമാണെങ്കിലും ഭാഷാശാസ്ത്രമാണെങ്കിലും തുള്ളലാണെങ്കിലും ആട്ടക്കഥയാണെങ്കിലും സാഹിത്യ സിദ്ധാന്തങ്ങളാണെങ്കിലും അതിൽ പുതുതായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ആദ്യം മുതൽ പഠിക്കുന്ന ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പി ജിക്കൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഇന്നും പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന ആ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കഥയും നോവലും ഒക്കെ എടുക്കുകയാണെങ്കിൽ, ആത്മകഥയും ജീവചരിത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കാലാകാലങ്ങളായിട്ട് എന്തുണ്ട്, പുതിയ പുതിയ കൃതികൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇപ്പം നോവലായാലും ചെറുകഥയായാലും ഇന്ന് വരെ ഉള്ള ഭാഗങ്ങൾ, ആദ്യകാലം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ കൃതികളും നമ്മൾ അതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൃതികളും നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതെല്ലാം ഓർത്ത് വെക്കുക എന്ന് പറയുന്നത്. ഇനി എല്ലാ കൃതികളും നമ്മൾ അറിയണമെന്നില്ല അല്ലേ. സ്ഥിരമായിട്ട് പേപ്പർ വായിക്കുന്ന ആളുകൾ മാത്രമാണ് പുതിയതായിട്ട് വരുന്ന കൃതികളെക്കുറിച്ചും അതിനെന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അല്ലാത്തവർ നമ്മളെപ്പോഴും പഠിക്കുന്ന നോവൽ, ചെറുകഥ ആദ്യം മുതൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എം മുകുന്ദന് അല്ലെങ്കിൽ ടി പത്മനാഭന്, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, നമുക്ക് അറിയാവുന്ന ആളുകളുടേത് മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അവർ മാത്രമല്ല, ഇന്ന് പുതിയ പുതിയ എഴുത്തുകാർ ഉണ്ടായിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അവരുടെയൊക്കെ കൃതികൾ നമുക്ക് കിട്ടാനും അത് വായിക്കാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഞാനിവിടെ പറയുന്നത്. അത് വ്യാകരണം, ഭാഷാശാസ്ത്രം, തുള്ളൽ, ആട്ടക്കഥ, സാഹിത്യ സിദ്ധാന്തം എന്നിവയാണ്. ഓക്കെ, ഇനി പുതിയതായിട്ട് സെറ്റിൽ വന്നിട്ടുള്ള ഒരു പ്രവണതയാണ് ആനുകാലികങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പേപ്പറൊക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞൊരു വർഷത്തിൽ ഒത്തിരി കൃതികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കൃതികളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ക്ലിയർ. ഇനി നിങ്ങൾക്കറിയായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും സ്ഥിരമായിട്ട് ഒരേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 1-2 മാറ്റങ്ങളുണ്ട് എന്നല്ലാതെ അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്താണ്, ഒരേപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തു പോവാം. ക്ലിയർ. അപ്പോൾ ഇതിൽ പറയുന്നത് ആദ്യത്തേത് ഭാഷാശാസ്ത്രത്തിലുള്ള ചോദ്യമാണ്. പ്രത്യയമില്ലാത്ത പദങ്ങൾ ഏതു കക്ഷിയിലുള്ള ഭാഷകളിലാണ് കാണാറുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, പ്രാകൃത കക്ഷിയാണ്. അപ്പോൾ പ്രാകൃത കക്ഷിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകളിൽ പദം എന്താ ചെയ്തു, ഒരൊറ്റ അവയവമായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ കക്ഷിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകളിൽ പദം ഒരൊറ്റ അവയവമാണ്. അതായത് ഒറ്റ വാക്കേ ഉണ്ടാവുള്ളൂ. അതിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ് കണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പോൾ ചൈനീസ്, ടിബറ്റന്, ബർമീസ്, സയാമീസ് തുടങ്ങിയ ഭാഷകളൊക്കെ ഈ പ്രാകൃത കക്ഷിയിൽ ഉൾപ്പെടുന്ന ഭാഷകളാണ്. ഇനി നമുക്ക് മറ്റു ഓപ്ഷനുകൾ കൂടി ഇതിനോടൊപ്പം പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ എന്താണ് അപഗ്രഥിത കക്ഷി എന്ന് നോക്കാം. അപഗ്രഥിത കക്ഷി എന്ന് പറഞ്ഞാൽ വൈകൃത കക്ഷിയിൽ പെട്ട ഭാഷയിൽ തന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ അപഗ്രഥന സ്വഭാവം പ്രദർശിപ്പിക്കുന്നതാണെങ്കിൽ അതിനെയാണ് അപഗ്രഥിത കക്ഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി വൈകൃത കക്ഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം പ്രകൃതികളും അവയുടെ പരസ്പര ബന്ധത്തെ കുറിക്കുന്ന പ്രത്യയങ്ങളും പരസ്പരം വേർപിരിക്കാൻ കഴിയാത്ത വിധം കൂട്ടിച്ചേർന്നിരിക്കുന്ന ഭാഷകളാണ് ഈ വൈകൃത കക്ഷിയിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ. അപ്പോൾ ഇതിൽ വൈകൃത കക്ഷിയിൽ എന്തുണ്ട്, പ്രകൃതികളും പ്രത്യയങ്ങളും ഉണ്ട്.
ഇനി നമ്മൾ അപഗ്രഥിത കക്ഷി പറഞ്ഞപ്പോൾ വൈകൃത കക്ഷിയിൽ ഉൾപ്പെട്ട ഭാഷകൾ തന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ അപഗ്രഥന സ്വഭാവം പ്രദർശിപ്പിക്കുന്നതാണ് അപഗ്രഥിത കക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വൈകൃത കക്ഷിയുടെ തന്നെ ഭാഗമായതുകൊണ്ട് അപഗ്രഥിത കക്ഷിയിലും എന്തുണ്ടായിരിക്കും, പ്രകൃതിയും പ്രത്യയങ്ങൾ ഉണ്ടായിരിക്കും എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ വൈകൃത കക്ഷിയിൽ ഉൾപ്പെട്ട ഭാഷയ്ക്ക് ഉദാഹരണമാണ് സെമിറ്റിക് ഭാഷകളും അതുപോലെ തന്നെ ഇൻഡോ യൂറോപ്യൻ ഭാഷകളും. ഓക്കെ, സെമിറ്റിക് ഭാഷകളും ഇൻഡോ യൂറോപ്യൻ ഭാഷകളും ഇതിന് ഉദാഹരണമാണ്. ഇനി ഉദ്ഗ്രഥിത കക്ഷ്യ. ഉദ്ഗ്രഥിത കക്ഷ്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, അടുത്തത് വരുന്നത് ഉദ്ഗ്രഥിത കക്ഷിയാണ്. പക്ഷെ നമ്മൾ കക്ഷികൾ പഠിക്കുന്ന കക്ഷ്യ വിഭജനം പഠിക്കുന്ന സമയത്ത് ഉദ്ഗ്രഥിത കക്ഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭജനം പഠിക്കുന്നില്ല. സംഘടിത കക്ഷിയാണ് അതിന് ശേഷം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സംഘടിത കക്ഷി. അപ്പോൾ പ്രാകൃത കക്ഷ്യ, വൈകൃത കക്ഷ്യ, അപഗ്രഥിത കക്ഷ്യ, സംശ്ലിഷ്ട കക്ഷ്യ, സംഘടിത കക്ഷ്യ, ഇങ്ങനെയാണ് നമ്മൾ കക്ഷികൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ഗ്രഥിത കക്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം പഠിക്കുന്നില്ല. ക്ലിയർ? അപ്പോൾ സംശ്ലിഷ്ട കക്ഷിയാണ് അടുത്തത് നമ്മളിതിൽ പറയാത്തതായിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് കൂടി പറഞ്ഞു തരാം. പ്രകൃതിയെയും ലിംഗം, വചനം, കാലം എന്നിവയെയും സൂചിപ്പിക്കാൻ പ്രകൃതിയോട് ചേർക്കുന്ന പ്രത്യയങ്ങൾ. ഓക്കെ, പ്രകൃതിയോട് പ്രത്യയങ്ങൾ ഒന്നൊന്നായിട്ട് അടുക്കി ചേർക്കുന്നതിനെയാണ് സംശ്ലിഷ്ട കക്ഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലയാളം ഉൾപ്പെടുന്ന കക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് സംശ്ലിഷ്ട കക്ഷിയാണ്. ക്ലിയർ? അപ്പോൾ ഇത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ മാത്സൊക്കെ പഠിക്കുന്ന പോലെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗമാണ് നമ്മൾ കൂടുതലും റിവൈസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഓർക്കുക. ക്ലിയർ? അടുത്തത് നമ്മൾ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. നമുക്കറിയാം നമ്മൾ ഏതൊരു മത്സര പരീക്ഷയായാലും മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സന്ധി എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ കേട്ടിട്ടായാലും സെറ്റായാലും നെറ്റായാലും ഒക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൽ ആദ്യമേ പറഞ്ഞു വെച്ച, ഇപ്പോൾ കേരളവാണിനിയം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് ഈ വ്യാകരണം എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സന്ധി. താഴെ പറയുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? അപ്പോൾ ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുക. വാഴയില, തളിരില, കണ്ണീർ, വാഴക്കുല. ഇത്രയാണ് 4 ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇത് ഏത് സന്ധിയാണ് എന്ന് നമുക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു ധാരണ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർ എന്ത് ചെയ്യാം, ഇതൊരു പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത ഭാഗമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ ഈ കുട്ടി ഇവിടെ ഇങ്ങനെ പിരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് പിരിച്ചെഴുതി നോക്കുക. പിരിച്ചെഴുതി നോക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇത് ഏത് സന്ധിയാണ് എന്ന് കിട്ടുക. അപ്പോൾ എന്താണ് ആഗമസന്ധി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ആഗമം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം. പുതിയൊരു അക്ഷരം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് യാ, വ. ഈ അക്ഷരങ്ങളാണ് ചേർത്തെഴുതുന്ന സമയത്ത് നമുക്ക് ഈ അക്ഷരങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനൊന്ന് പിരിച്ച് നോക്കുക. ഇവിടെ പിരിച്ചിട്ടുണ്ട് ഓൾറെഡി. വാഴ അധികം ഇല നമ്മളെങ്ങനെ എഴുതും, വാഴയില എന്ന് എഴുതും അല്ലേ, വാഴയില. ഓക്കെ, അപ്പോൾ ഈ വാഴ അധികം ഇലയെ നമുക്ക് എങ്ങനെ പിരിക്കാം, വാഴ അധികം ഇല, വാഴയിലയെ ഇങ്ങനെ പിരിക്കാം. ഓക്കെ, ഇനി തളിരില, തളിര് അധികം ഇല. വാഴക്കുല, വാഴ അധികം കുല. കണ്ണീർ, അധികം നീർ. ഓക്കെ, ഇനി ഓരോന്നിലും പിരിച്ചെഴുതുമ്പോൾ നോക്കുക. നമ്മൾ പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോൾ പിരിച്ചെഴുതിയതിലുള്ള ഈ വാക്കുകൾ, അപ്പോൾ ഇത് പിരിച്ചെഴുതി ഇതിലെ വാക്കുകൾ എല്ലാം ഇതിലുണ്ടോ നോക്കുക, അല്ലെങ്കിൽ അക്ഷരങ്ങൾ ചിഹ്നങ്ങളൊക്കെ ഈ ചേർത്തെഴുതിയതിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് ഏത് സന്ധിയാണ് എന്ന് കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ നോക്കൂ, വാഴ അധികം ഇല. വാഴ ഇവിടെ തന്നിട്ടുള്ള ചേർത്തെഴുതിയിലെ വാഴ എന്ന് പിരിച്ചെഴുതുമ്പോഴും ഇവിടെ ഉണ്ട്. ഇല എന്നുള്ള ഈല എന്ന് പറയുമ്പോൾ ഈ എന്നുള്ള അക്ഷരം അവിടെ വരുന്നുണ്ട്. യാക്കി വള്ളിയിട്ട വള്ളിയാണ് നമ്മൾ ഈ എന്നുള്ള ഇകാരമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇല അവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഇതിലില്ലാത്തൊരു പദം, ഈ ഭാഗത്ത് ഇല്ലാത്തൊരു അക്ഷരം ഏതിൽ വന്നിട്ടുണ്ട്, ഈ ഒന്നാമത്തെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതാണ് ഏത്, യാ എന്നുള്ള അക്ഷരം. ക്ലിയർ? അപ്പോൾ യാ വരുന്നത് അല്ലെങ്കിൽ വാ വരുന്നതാണ് എന്ത്,
ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ. ഇനി ബാക്കിയുള്ളതൊക്കെ ഏത് സന്ധിയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തളിര് അധികം ഇല, തളിരിലെ തളിര എന്നുള്ള ഈ 3 അക്ഷരങ്ങളും ഇതിൽ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ഇനി ഇല എന്നതിൽ തളിരില, രാനോട് കൂടി ഈ രാനോട് കൂടി ഈ എന്നുള്ള ശബ്ദം ചേരുമ്പോഴാണ് രീ എന്നാവുന്നത്. അപ്പോൾ തളിരില, ഈ അക്ഷരങ്ങളെല്ലാം ഏതിലുണ്ട്? ഈ ചേർത്ത് എഴുതിയതിലുമുണ്ട്. ഈ ഒരു ചിഹ്നം, ഈ സമ്പ്രദോകാരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചിഹ്നം അതിൽ കാണാനില്ല, അത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്, അത് ഇല്ലാതായിപ്പോയി. അപ്പോൾ ഇല്ലാതായി പോകുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? ലോപസന്ധി. അപ്പോൾ ഓപ്ഷൻ ബി ലോപസന്ധിയിലാണ് വരുന്നത്. ക്ലിയർ. ഇനി ഓപ്ഷൻ സി നോക്കാം. അധികം നീരാണ് കണ്ണീറായി മാറുന്നത്. ഓക്കെ. അപ്പം നീറിൽ ന എന്നുള്ള അക്ഷരം പോയിട്ട് ഏതക്ഷരമാണ് വരുന്നത്? ണ എന്നുള്ള അക്ഷരം വന്നിട്ട് അത് രണ്ടും കൂടി ഇരട്ടിച്ചിട്ടാണ് കണ്ണീർ എന്നാവുന്നത്. ക്ലിയർ. അപ്പോൾ ഒരക്ഷരം പൂർണ്ണമായും പോയി മറ്റൊരക്ഷരം കടന്നു വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ. അടുത്തത് വാഴക്കുല. സിമ്പിളാണ്. ദ്വിത്വസന്ധിയാണ് വരുന്നത്. വാഴ അധികം കുല, വാഴക്കുല. കാക്കി എന്ത് സംഭവിക്കുന്നു? ഇതിൽ ഇരട്ടിപ്പ് സംഭവിക്കുന്നു. അപ്പം ആ ഇരട്ടിപ്പ് സംഭവിക്കുന്ന അത്തരം സന്ധികളെയാണ് നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ഓരോന്നും നിങ്ങൾ പ്രത്യേകം പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്തത് സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സന്ധിയിൽ പഠിക്കാനുള്ളത് ലീലാതിലക സൂത്രങ്ങളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാത്തിലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ ലീലാതിലക സൂത്രം വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ. സന്ധി. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള നോക്കൂ. ടാവും റാവും ഇരട്ടിപ്പു നാമാന്തരത്തിൽ യഥോചിതം എന്ന കേരള പാണിനീയ കാരികയ്ക്ക് സമാനമായ ലീലാതിലക സൂത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മൾ കേരള പാണിനീയത്തിൽ 4 സന്ധികൾ പഠിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി, ലോപസന്ധി. ഈ 4 സന്ധികൾക്കും 4 സന്ധികളിൽ നമ്മൾ കേരള പാണിനീയത്തിൽ ചില കാരികകൾ പഠിക്കുന്നുണ്ട്. ഇന്ന രീതിയിൽ ഇന്നതിലാകുമ്പോൾ ഇരട്ടിപ്പ് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്നതിലാകുമ്പോൾ ലോപം സംഭവിക്കും, ഇന്ന രീതിയിലാകുമ്പോൾ ഒരു അക്ഷരം കടന്നു വരും, ആഗമം സംഭവിക്കും, അല്ലെങ്കിൽ ആദേശം സംഭവിക്കും. അങ്ങനെ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഈ ആദേശസന്ധി ഉണ്ടാകുന്നത്, ലോപസന്ധി ഉണ്ടാകുന്നത്, ദ്വിത്വസന്ധി ഉണ്ടാകുന്നത്, ആഗമസന്ധി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നത് ഓരോ കാരിക വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കാരികയ്ക്ക് സമാനമായിട്ട് ലീലാതിലകത്തിലും എന്ത് പറയുന്നുണ്ട്? ചില സൂത്രങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ സൂത്രങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമാണ് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. ഇതെങ്ങനെ പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 5-6 ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെയിം ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഉദാഹരണവും അതിൽ തന്നിട്ടുള്ള ആൻസർ കീയിൽ തന്നിട്ടുള്ള സൂത്രം, ലീലാതിലക സൂത്രം കൂടി പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ടാവും റാവും ഇരട്ടിപ്പു നാമാന്തരത്തിൽ യഥോചിതം. അതായത് ട എന്നുള്ള അക്ഷരവും റാ എന്നുള്ള അക്ഷരവും എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. എപ്പോൾ? ഉചിതമായിട്ട്, നാമാന്തരത്തിൽ ഉചിതമായിട്ട്, നാമത്തിൻ്റെ അവസാനത്തിൽ എന്താണ്? ഉചിതമായിട്ട് ചില സമയത്ത് എന്ത് സംഭവിക്കും? ട എന്നുള്ള അക്ഷരവും റാ എന്നുള്ള അക്ഷരവും ഇരട്ടിപ്പ് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ഇരട്ടിപ്പ് സംഭവിക്കുന്നത് ദ്വിത്വസന്ധിയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. ഇത് ലോപസന്ധിയിലാണ് വരുന്നത്. അതായത് ലോപസന്ധിയിൽ ഉകാരത്തിൻ്റെ ലോപം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഉകാരം, ഉ എന്നുള്ള അക്ഷരം ലോപിക്കുന്നു. എപ്പോഴാണ്? ചെയ്തു അധികം ഇല്ല. അങ്ങനെ നമ്മളെന്ന് ചേർത്തെഴുതുന്ന സമയത്ത് ചെയ്തില്ല എന്ന് എഴുതും. ചെയ്തില്ല എന്നാണ് എഴുതുന്നത്. അപ്പോൾ ചെയ്തുല ഊ എന്നുള്ള അക്ഷരം ലോപിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു അധികം ഇല്ല, കണ്ടില്ല എന്നില്ല. അപ്പോൾ കണ്ടു എന്നുള്ള ഊ ലോപിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ അങ്ങനെ ഉകാരത്തിൻ്റെ ലോപത്തിലാണ് നമ്മൾ ഈ ഒരു ഭാഗം പറയുന്നത്. വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ള വരുന്നത്. ഋട്ടോർ ദ്വിത്വം ച. നോക്കൂ, ടാവും റാവും ഇരട്ടിപ്പു എന്നാണ്. അപ്പോൾ ഇവിടെ റൂ ടു എന്നുള്ളത്, അതായത് 2 അക്ഷരങ്ങൾ റൂട്ട്, അതായത് ട് എന്നുള്ള അക്ഷരങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇരട്ടിപ്പ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഋട്ടോർ ദ്വിത്വം ച. നോക്കൂ, നമ്മൾ പറയാണ് 6 അധികം അകം.
എന്താ സംഭവിക്കുന്നത്? ആറ്റകം എന്നാവുന്നു. നോക്കൂ, അപ്പോൾ ഇതിൽ ആറ് എന്ന് പറയുമ്പോൾ റ് എന്ന് പറയുന്ന ഒരു ഉ എന്നുള്ള ശബ്ദം ഉണ്ടല്ലോ, അത് ഉകാരമാണ്. ഉകാരം എന്ന് പറഞ്ഞാൽ സമൃദ്ധോകാരം. നമ്മൾ ഉ എന്നുള്ളത് അടച്ചാണ് ഉച്ചരിക്കുന്നത്, സമൃദ്ധോകാരം. അപ്പം അതിലെ ഉകാരം ലോപിച്ചിട്ട് റാ എന്നുള്ളതിന് എന്ത് സംഭവിക്കുന്നു? ഇരട്ടിപ്പ് സംഭവിക്കുന്നു. ക്ലിയർ? ഇനി ടാൻ്റെ സന്ദർഭം വരികയാണെങ്കിൽ നാട് അധികം അകം. ഈ സെയിം പറഞ്ഞ കാര്യം തന്നെ നമ്മൾക്ക് വരുന്നത് നാട്ടകം എന്നാണ്. നാട്ടകം. ക്ലിയർ? നാട്ടകം എന്നാണ് വരുന്നത്. അവിടെയും ഡ് എന്നതിലെ ഈ സമൃദ്ധോകാരം ലോപിച്ച് ടാ ഇരട്ടിച്ചിട്ട് ഇതിനോട് കൂടി ചേരാണ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റു ഓപ്ഷനുകൾ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാം. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആവും. പിന്നെ ഇത്രയും ലീലാതിലക സൂത്രങ്ങളല്ല, ഓരോ സന്ധിയിലും 2, 3, 4, 5 സൂത്രങ്ങൾ നമുക്ക് ലീലാതിലക സൂത്രങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി നോക്കൂ, കൊജില്ലോബ. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഋട്ടോർത്തഞ്ച എന്നാണ് നമ്മൾ പറഞ്ഞു. അടുത്തത് കൊജില്ലോബ എന്ന് പറഞ്ഞാൽ ഏത് സന്ധിയിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ദ്യുത്തസന്ധിയിലാണ് വരുന്നത്. ഓക്കെ, ദ്യുത്തസന്ധിയിലാണ് വരുന്നത്. സന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ലീലാതിലക സൂത്രമാണ് കൊജില്ലോബ എന്ന് പറയുന്നത്. ക്ലിയർ? പക്ഷേ ഇതിന് സമാനമായിട്ട് നമ്മുടെ കേരള പാണിനീയത്തിൽ ഒരു കാരിക ഇല്ല. പക്ഷേ നിങ്ങളിത് പഠിച്ചു വെക്കുക. ദ്യുത്തസന്ധിയിലാണ് കൊജില്ലോബ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം വരുന്നത് എന്ന് പഠിച്ചു വെക്കുക. അതിന് ഉദാഹരണമായിട്ട് ലീലാതിലകത്തിൽ കൊടുത്തിട്ടുള്ളത് വട്ടം അധികം പലക, വട്ടപ്പലക എന്നാണ്. വട്ടപ്പലക. ഓക്കെ, അതുപോലെ ചതുരം അധികം കിണർ, ചതുരക്കിണർ. ക്ലിയർ? ഇങ്ങനെയാണ് ഇതിൽ ലീലാതിലകത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉദാഹരണം വെച്ചിട്ട് ഒന്നിലധികം തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആ ഒരു ഉദാഹരണം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കൊജില്ലോബ എന്ന് പറഞ്ഞിട്ടുള്ളതിന് ഉദാഹരണമാണ് വട്ടം അധികം പലക, വട്ടപ്പലക. അടുത്തത് നസ്തസ്യ ട എന്ന് പറയുന്ന ഭാഗം. നസ്തസ്യ ട എന്ന് പറയുന്ന ഭാഗം വരുന്നത് ആദേശസന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദേശസന്ധി. നമ്മൾ ആദേശസന്ധിയിലെ ഫസ്റ്റ് കാരികയുണ്ട്. കേരള പാണിനി പറയുന്ന ഫസ്റ്റ് കാരിക തവർഗത്തിനടുത്തുള്ള ടവർഗേന സവർണനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം. അതായത് തവർഗത്തിനത് താ എന്നുള്ള അക്ഷരത്തിനടുത്ത് ടാ വന്നാൽ താ എന്താവും? ടാ എന്നുള്ള ചേർത്ത് എഴുതുന്ന സമയത്ത് അത് ടാ എന്നുള്ള അക്ഷരമാവും. ഇനി താൻ്റെ അടുത്ത് ചാ വന്നാൽ അതെന്താവും? ച എന്നുള്ള അക്ഷരമാവും. ഇനി താൻ്റെ അടുത്ത് ടാ എന്നുള്ള അക്ഷരം വന്നാൽ അത് ടാ എന്നുള്ള അക്ഷരമാവും. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സവർണനം സംഭവിക്കുക എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത് നമ്മുടെ AR-ൻ്റെ കേരള പാണിനീയത്തിലെ ആദ്യത്തെ കാരികയാണ് ലീലാതിലകത്തിൽ നമ്മൾ കേരള പാണിനീയത്തിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കാരികയാണ് ഈ ലീലാതിലകത്തിലെ നസ്തസ്യ ട എന്ന് പറഞ്ഞിട്ടുള്ളതിന് ഉദാഹരണം പറയാം. വിൺ അധികം തലം വിണ്ടലം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വിൺ അധികം തലം, ഇതിൽ ത എന്നുള്ള അക്ഷരം എന്താകുന്നു? ട എന്നാണ് ആവുന്നത്. വിണ്ടലം, അതായത് ണ് പ്ലസ് ട ആണ് എന്താവുന്നത്? ഡ എന്നാവുന്നത്. അപ്പോൾ ഇതെങ്ങനെയാവുന്നു ചോദിച്ചാൽ നഗാരം എന്ന് പറയുന്നത് ഓക്കെ ന എന്നുള്ള അക്ഷരത്തിൻ്റെ അടുത്ത് ത എന്നുള്ള അക്ഷരം വന്നാൽ ഈ ന എന്നുള്ള അക്ഷരം എന്താക്കും? ത എന്നുള്ള അക്ഷരത്തെ ന എന്നുള്ള അക്ഷരത്തിലെ ഖരവർണ്ണമാക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. നസ്തസ്യ ട എന്ന് പറഞ്ഞാൽ നാൻ്റെ അടുത്ത് താ വന്നാൽ, ഇതിൽ നിന്ന് തന്നെ പഠിക്കാം. നാൻ്റെ അടുത്ത് താ വന്നാൽ അതെന്താവും? ചേർത്തിരുന്ന സമയത്ത് ട ആവും എന്ന് പഠിക്കുക. ടാൻ്റെ ഭാഗത്ത് ട എന്നുള്ള അക്ഷരമാവും എന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ ഉദാഹരണമായിട്ട് ഇതും പഠിക്കുക. വിൺ അധികം തലം വിണ്ടലം ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. മൺ അധികം തീതു എന്താവും? മണ്ടീതു എന്നാവും. ക്ലിയർ? മൺ അധികം തീതു മണ്ടീതു എന്നായി മാറുന്നു. ഓക്കെ, ഇതും ഇതിന് ഉദാഹരണമാണ്. ഇനി ലോന പഞ്ചമേഷു. അപ്പോൾ ലോന പഞ്ചമേഷു എന്ന് പറഞ്ഞാൽ പഞ്ചമം എന്ന് പറഞ്ഞാൽ നമ്മളെ അക്ഷരങ്ങളിൽ പറയുകയാണെങ്കിൽ അനുനാസികങ്ങളാണ് കേട്ടോ. അനുനാസികങ്ങൾ ഇരട്ടിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. ആ അധികം ഞാൺ, അഞ്ഞാൺ
എ അധികം ഞാൻ, എഞ്ഞാൺ എന്നൊക്കെ വരുന്ന രീതിയിലുള്ളതാണ് ലോന പഞ്ചമേശുവിൽ വരുന്നത്. ക്ലിയർ? അപ്പം ഇത്തരത്തിലുള്ള കുറച്ച് ലീലാതിലക സൂത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു എക്സാം മുതലുള്ള പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ലീലാതിലക സൂത്രങ്ങൾ കിട്ടും. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സിദ്ധാന്തം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പാശ്ചാത്യമുണ്ട്, പൗരസ്ത്യമുണ്ട്. അതിൽ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതെന്ന് പറയുകയാണെങ്കിൽ കൃതികൾ, ഇപ്പോൾ ദണ്ഡി, മമ്മടൻ, ആനന്ദവർദ്ധനൻ, രുദ്രടൻ ഇവരുടെയൊക്കെ കൃതികൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഇതിന്ന് വരുന്ന ഒരു ആവർത്തിച്ച് വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഈ ചോദ്യം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ചേരുംപടിയായിട്ടും അല്ലാതെ ഓരോരുത്തരുടേതായിട്ടും സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ കാവ്യം എന്താണ്? കാവ്യ നിർവചനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വാക്യം രസാത്മകം കാവ്യം എന്ന് പറഞ്ഞത് ആരാണ്? വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥ കവിരാജൻ. വിശ്വനാഥനാണ് വാക്യം രസാത്മകം കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ 2 അപ്പോൾ നിങ്ങൾ നോക്കുക, എ 2 എന്ന് ഓപ്ഷൻ വരുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കുക. അപ്പോൾ 2 ഓപ്ഷനുകൾ എ 2 എന്ന് വരുന്നുണ്ട്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഈ 2 ഓപ്ഷനുകളും നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടത് എ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ്. അപ്പോൾ എ ഡി 2 ഓപ്ഷനിൽ നമുക്കിനി ഏതാണ് അറിയാവുന്ന കാവ്യ നിർവചനം എന്ന് നോക്കാം. നമുക്ക് അറിയാവുന്നത് ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് പറയുന്നത് ഭാമഹൻ്റേതാണ്. ഭാമഹൻ 4 വരുന്നത്. ഓക്കെ, ഭാമഹൻ 4 വരുന്നത്. അപ്പോൾ സി 4 എന്ന് വരുന്ന ഓപ്ഷൻ ഈ 2 എ ഡി എന്നുള്ളതിൽ ഏതാണ് എന്ന് നോക്കുക. അപ്പോൾ സി 4 എന്ന് വരുന്നത് ഓപ്ഷൻ എയിൽ സി 4 എന്ന് വരുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ സി 4 എന്നല്ല വരുന്നത്, സി 1 എന്നാണ് വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്ഷനുകൾ കട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. ഈ ചേരുംപടി ചേർക്കുന്നതിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 2 അറിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം ആൻസർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമുക്ക് കൃതികൾ, എഴുത്തുകാർ അല്ലെങ്കിൽ കൃതികൾ, കഥാപാത്രങ്ങൾ എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? കവിതയെന്നും നോവലിനൊക്കെ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്ന് വരുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഇതിൽ ഓരോന്നും നോക്കാം. നനു ശബ്ദാർത്ഥവും കാവ്യം എന്ന് പറഞ്ഞത്, നനു ശബ്ദാർത്ഥവും കാവ്യം എന്ന് പറഞ്ഞത് രുദ്രടനാണ്. നനു ശബ്ദാർത്ഥവും കാവ്യം രുദ്രടൻ. ശബ്ദാർത്ഥവും ശരീരം താവത് കാവ്യം, ശബ്ദാർത്ഥവും ശരീരം താവത് കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ആനന്ദവർദ്ധനാണ്. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള കാവ്യ നിർവചനങ്ങൾ നമുക്ക് 1-2 കാവ്യ നിർവചനങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് പറഞ്ഞാൽ അത് ഭാമഹനാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ശബ്ദാർത്ഥവും കാവ്യം, സഹിതവും ഇല്ലാതെ ശബ്ദാർത്ഥവും കാവ്യം എന്ന് പറഞ്ഞാൽ അത് രുദ്രടൻ്റെ നിർവചനമാണ്. ഇനി കാവ്യം ഗ്രാഹ്യമലങ്കാരാത് എന്ന് പറഞ്ഞാൽ അത് വാമനൻ്റെ നിർവചനമാണ്. കാവ്യം ഗ്രാഹ്യമലങ്കാരാത് വാമനൻ. തദദോഷൗ ശബ്ദാർത്ഥൗ സദ്ഗുണവാനലങ്കൃതി പുനഃക്വാപി മമ്മടൻ്റെ നിർവചനമാണ്. തദദോഷൗ ശബ്ദാർത്ഥൗ സദ്ഗുണവാനലങ്കൃതി പുനഃക്വാപി. ഇനി അടുത്തത് ശബ്ദാർത്ഥൗ സഹിതൗ വക്രകവിവ്യാപാരശാലിനി ബന്ധേ വ്യവസ്ഥിതൗ കാവ്യം തദ്വിത് ആഹ്ലാദകാരിണി. അപ്പോൾ വക്രം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കുക, കുന്തകനാണ്. ഓക്കെ, വക്രോക്തി ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള കൃതി കുന്തകൻ്റേതാണ്. അപ്പോൾ കാവ്യം വക്രം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചോദ്യം വന്നാലും അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കുന്തകനായിരിക്കും. ക്ലിയർ? പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം ജഗന്നാഥ പണ്ഡിതരാണ്. ഓക്കെ, ജഗന്നാഥ പണ്ഡിതർ. ക്ലിയർ? അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള കാവ്യ നിർവചനങ്ങളാണ്. അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ? അടുത്ത നമുക്ക് ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഭാഗമാണ്. അപ്പോൾ ആട്ടക്കഥയിൽ നമുക്ക് കുറേ കൃതികൾ പഠിക്കാനുണ്ട്. കാർത്തിക തിരുനാളിൻ്റെത്, അതുപോലെ തന്നെ കോട്ടയം തമ്പുരാൻ്റെത്, അങ്ങനെ കുറച്ച് ഉണ്ണായി വാര്യരുടേത്, ഇരയിമൻ തമ്പിയുടേത് ഒക്കെ ആയിട്ട് കുറച്ച് കൃതികൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൃതികളൊന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക.
അതുപോലെ തന്നെ ആ കൃതിയിലെ പദങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പാടാൻ ഉപയോഗിക്കുന്ന കഥകളിൽ, ആട്ടക്കഥയിൽ പാടാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള പദങ്ങൾ, ആ പദങ്ങളും ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഇതിൽ ഇപ്പോൾ നമുക്ക് കൊടുത്തിട്ടുള്ളത് നളചരിതം എന്ന് പറഞ്ഞിട്ടുള്ള ആട്ടക്കഥയ്ക്കുണ്ടായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം. നമുക്കറിയാവുന്നത് കാന്താര താരകമാണ്. ഓപ്ഷൻ ബി കാന്താര താരകം എന്ന് പറയുന്നത് AR എഴുതിയിട്ടുള്ള വ്യാഖ്യാനമാണ്. അപ്പോൾ ബി 1 എന്ന് വരുന്നത് 2 ഓപ്ഷനുകളാണുള്ളത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നുള്ള എയും ബിയും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബി 1 എന്ന് വരുന്നത് അതാണ്. ഇനി ദീപിക ദേശമംഗലത്ത് വാര്യരുടേതാണ്. ദീപിക ദേശമംഗലത്ത് വാര്യർ. ഓക്കെ, അപ്പോൾ ദാ എന്നുള്ളതിൽ പഠിക്കാം. ദീപിക ദേശമംഗലത്ത് വാര്യർ. അപ്പോൾ ദീപിക ദേശമംഗലത്ത് വാര്യർ C2 എന്ന് വരുന്നത്. ഓക്കെ, C2 എന്ന് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ ബാക്കിയുള്ളത്. അപ്പോൾ രസിക കൗതുകം എന്ന് പറയുന്നത് ഓപ്ഷൻ 4 MH ശാസ്ത്രികൾ എഴുതിയിട്ടുള്ളതാണ് രസിക കൗതുകം. കാന്താര താരകം AR, ദീപിക ദേശമംഗലത്ത് വാര്യർ, കൈരളി പന്മന രാമചന്ദ്രൻ നായർ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൃതികൾ, ഈ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് ആട്ടക്കഥയിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് കുറച്ച് ആട്ടക്കഥകൾ, അതിൻ്റെ എഴുത്തുകാർ, ആ രീതിയിലുള്ളൊരു പഠനം, പിന്നെ അതിലെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളിലെ കുറച്ച് പദങ്ങൾ. അപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് സുലളിത പദവിന്യാസാരുചിരാലങ്കാര ശാലിനി എന്ന് തുടങ്ങുന്നത്. നിവാദ കവച കാലകേവധം എന്ന് പറഞ്ഞിട്ടുള്ള ആട്ടക്കഥയിലുള്ളതാണ്. അതുപോലെ സലജ്ജോഹം പ്രത്യക്ഷമാകുന്ന ആട്ടക്കഥ ഏതാണ് എന്നുള്ളത്, അതും നിവാദ കവച കാലകേയ വധത്തിലുള്ളതാണ്. ഓക്കെ, പിന്നെ ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം, ആരുടേതാണ് എന്നുള്ളത് അത് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം. പിന്നെ കോട്ടം തീർന്ന ഒരു കോട്ടയം കഥകൾ 4, ആ 4 ആട്ടക്കഥകൾ, കോട്ടയത്ത് തമ്പുരാൻ്റെ 4 ആട്ടക്കഥകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഭഗവതം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടത് ഏത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിന്നും വന്ന് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോർഷനിൽ പഠിക്കണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടുള്ള പോർഷനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സെയിം ചോദ്യം ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കേരള സംസ്കാരത്തിൽ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾക്കൊപ്പം അത് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവങ്ങളുടെ വർഷം കൂടി ഒന്ന് ഇതേപോലെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. അപ്പോൾ A5 എന്ന് വരുന്ന ഓപ്ഷൻ 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സിയും ഓപ്ഷൻ എയും നമുക്ക് കട്ട് ചെയ്യാം. ഓപ്ഷൻ ബിയും നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ അറിയാവുന്നത് ഏതാണ് എന്ന് നോക്കുക. ഓക്കെ, കുറിച്യർ ലഹള 1812 1812 D1 എന്ന് വരുന്ന ഓപ്ഷൻ. അപ്പോൾ A5 D1 എന്ന് വരുന്ന ഓപ്ഷൻ എ ആണ്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ചാന്നാർ ലഹള 1858 C2 എന്നാണ് വരുന്നത്. C2. ഓക്കെ, ഇനി ബി നായർ പട്ടാളം ലഹള B4 1804. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് വർഷങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഞാനൊന്ന് പറയാം, നിങ്ങളത് കുറിച്ച് വെക്കുക കേട്ടോ. പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. 1721 ആറ്റിങ്ങൽ കലാപം നമ്മൾ പറഞ്ഞു. 1793 മുതൽ 97 വരെ, 1793 to 97 ഒന്നാം പഴശ്ശി വിപ്ലവം. ഇനി 1800 to 805 വരെയാണെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം. 812 കുറിച്യർ ലഹള പറഞ്ഞു. 1931 യാചനായാത്ര. 1931 യാചനായാത്ര. അടുത്തത് 1941 കയ്യൂർ സമരം. 1947-48 പാലിയം സമരം. 1959 വിമോചന സമരം.
പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഗുരുവായൂർ സത്യാഗ്രഹം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം, 1932 നിവർത്തന പ്രക്ഷോഭം, 1946 പുന്നപ്ര വയലാർ സമരം, 1924 വൈക്കം സത്യാഗ്രഹം, 1921 മലബാർ കലാപം, 1891 എതിർ മെമ്മോറിയൽ, അതുപോലെ തന്നെ 1896 ഈഴവ മെമ്മോറിയൽ, 1891 മലയാളി മെമ്മോറിയൽ, 1859 അല്ലെങ്കിൽ 58 2 വർഷവും പറയാം ചാന്നാർ ലഹള, പിന്നെ 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ, 1599 ഉദയം പേരൂർ സുനഹദോസ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും വർഷവും ഒന്ന് നിങ്ങൾ കുറിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞത് ആനുകാലികങ്ങളാണ്. അതായത് 2023, 24, 25 വർഷങ്ങളിൽ, ഇപ്പോൾ ജനുവരിയിൽ വന്നിട്ടുള്ള ഇത്രയും വർഷങ്ങളിലെ പ്രധാനപ്പെട്ടിട്ടുള്ള അവാർഡുകൾ, പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും അവാർഡുകൾ കിട്ടിയതൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഗോപി നാരായണൻ രചിച്ച ONVയെ പറ്റിയുള്ള പുസ്തകം കാവ്യസൂര്യൻ്റെ യാത്ര. അപ്പോൾ ഗോപി നാരായണൻ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ കേൾക്കാത്ത ഇത്തരം എഴുത്തുകാരുടെ കൃതികൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഗോപി നാരായണൻ രചിച്ച ONVയെ പറ്റിയുള്ള പുസ്തകം കാവ്യസൂര്യൻ്റെ യാത്ര. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ ഓമന ഗംഗാധരൻ രചിച്ച നോവൽ ഗുരുവിൻ്റെ വഴിയിൽ. കാലപാശം ഒരു നോവൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രഭാവർമ്മ. കാലപാശം ഒരു നോവൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രഭാവർമ്മ. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും, അതിൻ്റെ രചയിതാവ് ആരാണ്? കൽപ്പറ്റ നാരായണൻ. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും, കൽപ്പറ്റ നാരായണൻ. ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക്, PS ശ്രീധരൻ പിള്ള. ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക്, PS ശ്രീധരൻ പിള്ള. ഇനി സാഹിത്യകാരി സാറ ജോസഫിൻ്റെ ഏറ്റവും വലിയ പുസ്തകം ചോദിച്ചാൽ ലില്യപ്പ. ഓക്കെ, ലില്യപ്പ. അടുത്തത് 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ജേതാക്കൾ ഗുൽസാറും രാംഭദ്രാചാര്യയുമാണ്. ഗുൽസാർ ഉറുദു കവിയാണ്, രാംഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ്. 11 ലക്ഷം രൂപ അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. അടുത്ത ഗുൽസാർ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനെ കുറിച്ചാണ്. യഥാർത്ഥ നാമം സമ്പൂരൻ സിംഗ് കൽറ. 2002 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2013 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2009 ഓസ്കാർ പുരസ്കാരത്തിന് അർഹമായ സ്ലം ഡോഗ് മില്യണറിയിലെ ജയ്ഹോ എന്ന ഗാനത്തിൻ്റെ രചയിതാവാണ് ഗുൽസാർ. ഓക്കെ, ഇതേ ഗാനത്തിന് ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2004 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തത് 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണനല്ല, PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി 2024 ഓടക്കുഴൽ പുരസ്കാരം ഈ അടുത്താണ്. പുരസ്കാരം ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതായത് വന്നത്. 2024 കിട്ടിയിട്ടുള്ളത് K അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷൻ. കൃതി ഗോപ എന്ന് പറയുന്നത് നോവലാണ് കേട്ടോ. ഗോപ എന്ന് പറഞ്ഞ നോവലാണ്. ഇനി 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് PK വീരമണിദാസനാണ്, തമിഴ് PK വീരമണിദാസൻ. ഇനി 2025 ആണെങ്കിൽ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2023 ആണെങ്കിൽ ശ്രീകുമാരൻ തമ്പിയാണ്. ഓക്കെ, ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കൃതികൾ പറയാം. ഈ അടുത്ത് വന്നിട്ടുള്ള കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് അശ്വതി ശ്രീകാന്ത്. ഒറ്റിക്കൊടുത്താലും
എൻ സ്നേഹമേ, ഒറ്റിക്കൊടുത്താലും എൻ്റെ എൻ സ്നേഹമേ എന്ന കവിത സമാഹാരം പ്രഭാവർമ്മ. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശശി തരൂർ. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിൻ്റെ രചയിതാവ് ഷീല ടോമി. അദൃശ്യനദി എന്ന പുസ്തകം ടി പത്മനാഭൻ. അദൃശ്യനദി എന്ന പുസ്തകം ടി പത്മനാഭൻ. ഓക്കെ. ഇനി 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറാണ്. കെ ജയകുമാർ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറാണ്. പിങ്കള, കേശിനി എന്നീ കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഓക്കെ. പിങ്കള, കേശിനി എന്നീ കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ. അപ്പോൾ പ്രധാനപ്പെട്ടത് വന്നിട്ടുള്ള അവാർഡുകൾ ഇപ്പം നമ്മളിപ്പോൾ ഓടക്കുഴൽ പറഞ്ഞു. അതുപോലെ നമുക്ക് ഇനി ഇതിൽ പഠിക്കാനുള്ള അവാർഡുകൾ ഞാൻ പറയാം, നിങ്ങളതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓടക്കുഴൽ അവാർഡ് പറഞ്ഞു. വള്ളത്തോൾ അവാർഡ് ഏറ്റവും ലാസ്റ്റായി കൊടുത്തത് 2019. അപ്പോൾ ആ വർഷത്തുള്ള ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ വയലാർ അവാർഡ്, അതുപോലെ എഴുത്തച്ഛൻ അവാർഡ്, അങ്ങനെയുള്ള കുറച്ച് അവാർഡുകൾ, പ്രധാനപ്പെട്ടിട്ടുള്ള അവാർഡുകൾ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇത് റിവിഷനായിട്ട് ഈ റിവിഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. ഇനി വരുന്ന ഈ ഒരു എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. താങ്ക് യു.